കൊടൂത്ത, കൊടിത്തൂവ, ചൊറിയില, ചൊറിയിച്ചെടി എന്നീ പേരിൽ ഈ ചെടി അറിയപ്പെടുന്നു. കേരളത്തിലെ പല ഭാഗങ്ങളിലും കൊടൂത്ത എന്ന പേരിലാണ് കൂടുതലായി കേൾക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി വളരുന്ന ഒരു ചെറിയ ഔഷധ സസ്യമാണ്. മഴക്കാലത്ത് വേഗത്തിൽ വളരുന്ന ഈ ചെടി വയലിലും വീടുകളുടെ ചുറ്റുപാടിലും സാധാരണയായി കാണപ്പെടുന്നു. ഇതിൻ്റെ സവിശേഷതകൾ: ഇലകൾ വലുതും കരിഞ്ഞ അരികളോടു കൂടിയവയുമാണ്. തണ്ടുകൾ ചെറുതായി ചുവപ്പ് നിറം കലർന്നിരിക്കും. ഇലകളിലും തണ്ടുകളിലും ചെറു രോമങ്ങളുള്ളതിനാൽ സ്പർശിക്കുമ്പോൾ നന്നായി ചൊറിച്ചിലും ഉണ്ടാകും. ചെറുതായി കൂട്ടമായി പൂക്കൾ കാണപ്പെടുന്നു. ഔഷധ ഗുണങ്ങൾ: രക്തശുദ്ധിക്ക് സഹായകരമായ ചെടിയായാണ് നാട്ടുവൈദ്യത്തിൽ ഇവയെ കണക്കാക്കുന്നത്. വേദനയും വീക്കവും കുറയ്ക്കാൻ ഇലകൾ വേവിച്ചുപയോഗിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. കീടങ്ങളുടെ കടിയേറ്റ് ചൊറിച്ചിൽ വന്നാൽ ഇല ചൂടാക്കി അതിൻ്റെ പുറത്ത് വയ്ക്കാറുണ്ട്. ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഇതിൻ്റെ ഇല വേവിച്ച വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയപ്പെടുന്നു. പരിസ്ഥിതിയിൽ ഇതിൻ്റെ പങ്ക്: മഴക്കാലത്ത് സ്വാഭാവികമായി വളരുന്നതിനാൽ മണ്ണൊലിപ്പ് തടയുന്നു. ഇതൊരിക്കലും മനുഷ്യർക്ക് അടുത്തിടപഴകാൻ പറ്റാതൊരു സാധാരണ ചെടിയല്ല. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മനുഷ്യാരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന പത്തിലകളിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന സസ്യമാണ്. ശരീരത്തിൽ നിന്നുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. രക്തശുദ്ധിക്ക് വളരെ നല്ലതാണ്. ദഹനശക്തി കൂട്ടുന്നു. ശരീരത്തിൽ വാതം, പിത്തം, കഫം എന്നിവയെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. കർക്കിടക കാലത്ത് ശരീരബലം കുറയുമെന്ന് വിശ്വാസമുണ്ട്. അതിനാൽ ഔഷധ ഗുണമുള്ള 10 പച്ചിലകൾ ചേർത്ത കറി തയ്യാറാക്കി കഴിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും വേണ്ടിയാണ്. ഇതിൽ കൊടുത്തൂവയ്ക്ക്, അതായത് കൊടൂത്തയ്ക്ക് വലിയൊരു പങ്കു തന്നെ ഉണ്ട്.